വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ കീം 2024 എക്സാമിന്റെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കോറും പെർസെൻറ്റേജും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് അവരുടെ സ്കോറും ഒക്കെ വെച്ചിട്ട് റാങ്ക് എത്രയായിരിക്കും വരിക എന്നുള്ള രീതിയിൽ. അത് കൂടാതെ മറ്റു ചില കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിൾ ആവാത്ത ചില സ്റ്റുഡൻസ് ഇനി എന്താണ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യണോ, വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണോ, അങ്ങനെ ചോദിച്ചുള്ള മെസ്സേജ് ഉണ്ട്. പിന്നെ സ്കോർ കുറഞ്ഞു പോയവര് എന്താണ് ചെയ്യേണ്ടത്, ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള വല്ല ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് കിട്ടുക, നല്ല കോളേജിൽ കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ, അതോ എവിടെയെങ്കിലും ചേർന്ന് ബിടെക് പഠിക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു പക്ഷെ കുറെ പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എലിജിബിൾ ആവാത്ത സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ എലിജിബിൾ ആവാതെ വന്നത്, അതായത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോ ബിടെക്കിന് ചേരുക എന്നുള്ളതിനെ വളരെ സീരിയസ് ആയി എടുത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിക്കുക. ഓക്കെ, എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സീരിയസ് ഡിസിഷൻ ആയിരുന്നോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി വളരെ അധികം ഇൻട്രസ്റ്റോടു കൂടി പഠിച്ചിട്ടും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഇനെലിജിബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതും നമുക്കറിയാം, ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ട് വേണം ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കാനായിട്ട്. ബിടെക്കിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സീരിയസ് ഡിസിഷൻ അല്ലായിരുന്നു എന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് നിങ്ങൾ കാര്യമായി പ്രിപ്പയർ ചെയ്തില്ല, നിങ്ങളുടെ സ്കോർ താഴോട്ട് വന്നു എന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വേണ്ടി മറ്റാരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് എന്തായാലും ചേരണം, എന്നാൽ ശരി എഞ്ചിനീയറിംഗ് ആവാം എന്ന് വിചാരിച്ചിരിക്കുന്നവര് ദയവ് ചെയ്ത് നിങ്ങൾ ബിടെക് ചൂസ് ചെയ്യാതിരിക്കുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ആ കോഴ്സിനുണ്ട്, പഠിക്കാനുള്ള സബ്ജക്റ്റുകളും അത്രയും അധികം പഠിക്കാനും ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് +2 ലെവലില് മാത്സ് ഒക്കെ നല്ല തരമാണെങ്കിലാണ് അവിടുന്ന് അങ്ങോട്ട് എഞ്ചിനീയറിംഗ് മാത്സ് പഠിക്കാനും ഈ എഞ്ചിനീയറിംഗ് മാത്സിന്റെ ആപ്ലിക്കേഷൻ മറ്റുള്ള സബ്ജക്ട്സിലും ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഈ വർഷം മുതൽ 2024 പുതിയ സ്കീമിലാണ്, പുതിയ പാറ്റേണിലാണ് സിലബസ് കാര്യങ്ങൾ വരിക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുന്നവർക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റോടു കൂടി എഞ്ചിനീയറിംഗിന് പഠിക്കാൻ സാധിക്കും. നല്ല കോളേജസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെന്റ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടോപ്പ് കമ്പനീസിൽ ജോബും എല്ലാം കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അത്രത്തോളം എഞ്ചിനീയറിംഗിന് ചേരണം എന്ന് പാഷനേറ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി അതല്ല ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാം എന്നാൽ പിന്നെ അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ പോവാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ ബിടെക് ട്യൂഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതോട് നമുക്കറിയാം പഴയ സ്കീമിൽ പോലും ഇപ്പോഴും പാസ് ഔട്ട് ആയി പോയിട്ടും ഒരുപാട് പേപ്പേഴ്സ് സപ്ലൈ ആയിട്ട് വരുന്ന കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നമ്മൾ ഈ 4 വർഷം പഠിച്ച് കുറേ പേപ്പേഴ്സ് സപ്ലൈയുമായി പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു ഒരുപാട് കോഴ്സുകളുണ്ട്, സാധ്യതകളുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്, അത് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എലിജിബിൾ ആവാതിരുന്നതിന്റെ ഞാൻ ആദ്യത്തെ കാരണമാണ് പറഞ്ഞത്, നിങ്ങൾ അത്രത്തോളം സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബിടെക്കിന് ജോയിൻ ചെയ്യാന്നുള്ളത് അത്രയും പാഷനേറ്റ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എലിജിബിൾ ആവാത്തതെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഇനി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് തന്നെ വേണം എന്ന് നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു സെന്റർ ചൂസ് ചെയ്ത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിച്ച് നിങ്ങൾക്ക് അടുത്ത വർഷം നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നവർ ഒരിക്കലും കീമിന് വേണ്ടി മാത്രമായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് JEE എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NIT പോലെ അല്ലെങ്കിൽ IIT പോലെയുള്ള പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇത് പഠിച്ചു ഇറങ്ങുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത്, അതായത് സ്കോർ താഴോട്ട് വന്നു.
ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും ഇനി റാങ്ക് വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ടോപ്പ് കോളേജസിൽ കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണ്, അപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സും കോളേജും കിട്ടിയില്ല. കാരണം സ്കോർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചിലപ്പോൾ ഗവൺമെന്റ് കോളേജസിൽ നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് ഒന്നും കിട്ടിയില്ല എന്ന് വന്നു കഴിഞ്ഞാലും ആ റാങ്ക് വന്നതിന് ശേഷം നമുക്ക് നല്ല കോളേജസിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല കോളേജസ് എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. നല്ല പ്ലേസ്മെന്റ് ഉള്ളവിടെ ആയിരിക്കണം, നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് കോളേജസിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, നമ്മളിപ്പോ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസിലാണ് നമുക്ക് മെറിറ്റിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ എടുക്കുന്ന കോഴ്സും ഏതെങ്കിലും ഒരു കോഴ്സിന് പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും 4 വർഷം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കരുത്. കൃത്യമായി ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് സ്കോർ താഴോട്ട് പോയവരുടെ കേസാണ്. കാരണം നല്ല സ്കോർ ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച കോഴ്സും ആഗ്രഹിച്ച കോളേജും ഒക്കെ കിട്ടും. സ്കോർ താഴോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആഗ്രഹിച്ച കോഴ്സും ആഗ്രഹിച്ച കോളേജും കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വെറുതെ എവിടെയെങ്കിലും ഒരു കോളേജിൽ ചെന്ന് ഒരു സീറ്റ്, മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ്, കിട്ടുന്ന കോഴ്സ് എടുത്ത് പഠിക്കുക. നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്ത, കാരണം പിന്നെയുള്ള 4 വർഷമാണ് നമ്മുടെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി അവർക്കുമുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഡിസിഷൻ ആയിരിക്കണം. ഓക്കെ, കാരണം ഒരുപാട് പ്രഷർ ഉണ്ടാവും. നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഒരു വർഷം കടന്നു പോകും, അടുത്ത വർഷം എങ്ങനെയായിരിക്കും എക്സാമിന്റെ രീതി എന്നുള്ളത് നമുക്കറിയില്ല, ഇപ്രാവശ്യത്തെക്കാളും ടഫ് ആവുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഒരു വർഷം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ പോകും. പക്ഷെ ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്, ഓക്കെ എനിക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ കിട്ടി ഞാൻ ആഗ്രഹിച്ച കോളേജിൽ കോഴ്സിൽ പഠിക്കണം, ഇത് മാത്രം മനസ്സിൽ ഉറപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോവാം, ധൈര്യമായി റിപ്പീറ്റ് ചെയ്യാൻ പോവാം. അതല്ല പകുതി മനസ്സിൽ നിൽക്കുകയാണ്, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പോയാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുക ഏതൊക്കെ കോളേജാണ്. നമുക്ക് അതിനുള്ള സോഴ്സുകളെല്ലാം ഉണ്ട്. ഞാൻ ഗവൺമെന്റ് കോളേജസിനെ കുറിച്ചും കോസ്റ്റ് ഷെയറിംഗ് കോളേജസിനെ കുറിച്ചും സെൽഫ് ഫിനാൻസിങ് കോളേജസിനെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി അതേപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നമുക്ക് എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ കോളേജിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടുത്തെ കോഴ്സുകൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനമെടുത്ത് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് പഠിക്കാം. പിന്നെ നിങ്ങൾ എവിടെ പോയി ജോയിൻ ചെയ്താലും എവിടെ പോയി പഠിച്ചാലും പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അതിൽ എക്സൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം കാര്യമാണ്. ഓക്കെ, ഇപ്പൊ പ്ലേസ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമ്പസ് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പോഷേഴ്സ് നിങ്ങൾക്ക് വേറെയും കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സോ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇനി റാങ്ക് വരുന്നത് വരെയുള്ള സമയം നമുക്ക് ഇതൊക്കെ ആലോചിക്കാനുള്ള സമയമുണ്ട്. റാങ്ക് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുക, അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരുപാട് ആലോചിക്കാൻ നിന്നാൽ ശരിയാവില്ല. അപ്പൊ ഇപ്പൊ ഇനി റാങ്ക് വരുന്ന വരെയുള്ള സമയം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ എഞ്ചിനീയറിംഗ് എന്ന് മാത്രം പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. കാരണം എഞ്ചിനീയറിംഗ് പോലെ തന്നെ അവസരങ്ങളുള്ള ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ വേറെയുണ്ട്. ഓക്കെ, അപ്പോ അത്രത്തോളം നിങ്ങൾക്ക് ബിടെക് ചെയ്യണം. കാരണം ബിടെക് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഇത് എടുത്ത് പറയാണ്, പ്രൊഫഷണൽ കോഴ്സാണ്. ഓരോ സെമസ്റ്ററിലും ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, ലാബ് പഠിക്കാനുണ്ട്, പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്, അതേപോലെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത്രത്തോളം പാഷനേറ്റ് ആണ്, അതേപോലെ മാത്സ് നല്ല ബേസ് ഉണ്ടെങ്കിലേ എഞ്ചിനീയറിംഗിന് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഞ്ചിനീയറിംഗിന് ചേരാൻ നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അത്രത്തോളം ബിടെക് പഠിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല, ആരെങ്കിലും പറഞ്ഞ് എഞ്ചിനീയറിംഗിന് പോയാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും ബിടെക്കിനാണ് പോകുന്നത് അപ്പൊ ഞാനും ബിടെക്കിന് പോവാം എന്നുള്ള ഒരു സ്റ്റാറ്റസിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബിടെക് ചൂസ് ചെയ്യരുത്.
സപ്ലികൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ 1-2 സപ്ലി അല്ല, 15, 20, 25 പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാതെ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇവരോട് ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് റീസൺ. പലരും പറയാറുണ്ട് എനിക്ക് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, എനിക്ക് ഇന്ന ഇത് പഠിക്കാൻ, എനിക്ക് BSc ഫിസിക്സ് പഠിക്കാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും പഠിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ പലരുടെയും നിർബന്ധം കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു ചേർന്നതാണ്. അപ്പോൾ ഇതുപോലൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞത്. അപ്പോൾ നല്ല സ്കോർ വന്ന് നല്ല റാങ്ക് ഒക്കെ കിട്ടി അല്ലെങ്കിൽ ബിടെക്കിന് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള കോളേജിൽ എടുത്ത് പഠിക്കാം. റാങ്ക് കുറഞ്ഞവരും ഈ ഇതില് എലിജിബിൾ അല്ലാത്തവരും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫീൽഡ് ഇതായിരിക്കില്ല. സോ വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. റിപ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്തുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്താലുള്ള എന്താ പറയാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താണെങ്കിലും അതിന്റെ ഒരു കോൺസിക്വൻസ് നമുക്കായിരിക്കും വരിക, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അപ്പൊ അതൊക്കെ ആലോചിക്കാനുള്ള ഒരു സമയമാണ് റാങ്ക് വരുന്നത് വരെ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളുമായിട്ട് എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.